പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി വിദേശത്ത് മരണപ്പെട്ടു. ജർമ്മനിയിൽ ആരോഗ്യ മേഖലയിൽ നേഴ്സായി പ്രവർത്തിക്കുകയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശിനി പ്രിൻസിയാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തി കാർത്തികപ്പള്ളിയിൽ ജോയിയാണ് ഭർത്താവ്. മകൾ ആതിര 35 വർഷമായി ജർമ്മനിയിൽ താമസിച്ചു വരികയായിരുന്നു. അങ്കമാലി മുക്കന്നൂർ പാലമുറ്റം കുടുംബമാണ് പ്രിൻസി. സംസ്കാരം ജർമ്മനിയിൽ തന്നെ നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 30 ലക്ഷത്തോട് അടുക്കുകയാണ്. ഇതുവരെ 29 ലക്ഷത്തിൽ പരം പേർക്കാണ് രോഗം ബാധിച്ചത്. മരണം 2 ലക്ഷം പിന്നിട്ടു. വിവിധ രാജ്യങ്ങളിലായി 2 ലക്ഷത്തിലേറെ പേരാണ് മരിച്ചത്. 8 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരുമായി. US, സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, തുർക്കി എന്നീ രാജ്യങ്ങളിലാണ് 1 ലക്ഷത്തിലേറെ കോവിഡ് രോഗികളുള്ളത്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ സ്വാതന്ത്ര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുകയാണ് ജർമ്മനി. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനെതിരെ ശനിയാഴ്ച നിരവധി ആളുകളാണ് പ്രതിഷേധം നടത്തിയത്. തങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്നും കാണിച്ചാണ് പ്രതിഷേധക്കാർ സംഘം ചേർന്ന് തെരുവിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ ജീവിതം തിരികെ തരൂ, ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കൂ, സ്വാതന്ത്ര്യം എല്ലാം എന്നല്ല, പക്ഷേ സ്വാതന്ത്ര്യം ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഡാഡി വാട്ട് ഈസ് കിസ് എന്നിങ്ങനെ നീളുന്നു ജർമ്മൻ ജനതയുടെ മുദ്രാവാക്യങ്ങൾ. സംഘം ചേരാനുള്ള അവകാശത്തെ ലോക്ക്ഡൌൺ നിഷേധിക്കുന്നുവെന്ന പ്രതിഷേധക്കാർ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നയിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.